ഞാൻ കുറെ ചെയ്യുന്നത്, പക്ഷേ ഈ ക്ലാസ്സിൽ കയറിയ ശേഷം കറക്റ്റ് ആയിട്ട് ഓരോന്നും മനസ്സിലാക്കി തരും. ഒരുവിധമൊക്കെ ഞാൻ ചെയ്യലുണ്ടായി. പക്ഷെ നല്ല വ്യത്യാസമുണ്ട്. ഞാനിപ്പോ പഠിച്ചതും ഫസ്റ്റ് ഞാൻ ചെയ്തതും തമ്മിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട്. അളവുകളിലായാലും നമ്മൾ ചെയ്യുന്ന രീതിയിലോ എല്ലാത്തിലും. നമ്മുടെ ടൈലർ ഷോപ്പിലാവട്ടെ ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ഭാഗത്തും, പിന്നെ ഞാൻ ഗ്യാരണ്ടി ബേസിക് ആയിട്ട് പഠിക്കുന്ന ഒരു ഭാഗത്തും ഈ കഥ അളവുകൾ പറഞ്ഞു തരില്ല. അപ്പൊ ഞാനാണെങ്കിലും ശരി, അതല്ല വേറെ ഏത് ടീച്ചറാണെങ്കിലും മൊത്തം അറിയുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും ബേസിക് ക്ലാസ് എന്നുള്ള രീതിയിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തരുള്ളൂ, അല്ലാത്തതൊന്നും പറഞ്ഞു തരൂല. വേറൊന്നും പഠിപ്പിച്ചു തരില്ല. ടൈലറിംഗ് മാത്രല്ല, ടൈലറിംഗ് മാത്രത്തിലല്ല, അതായത് കേക്ക് ഉണ്ടാക്കുന്ന മേഖല ആവട്ടെ, ഏത് മേഖലയിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ. ഏത് മേഖലയിലാണെങ്കിലും അതങ്ങനെ തന്നെ. നിങ്ങള് കാര്യമില്ല. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ നിങ്ങളിപ്പോ സത്യം പറഞ്ഞാൽ 8 പേരാണ് അത്രയും ഗ്രൂപ്പിൽ. ഇപ്പൊ 10,000 പറഞ്ഞല്ലോ, 10,000ന്റെ മേലേക്ക് കുട്ടികളെ ഞാൻ പഠിപ്പിച്ച് ഇറക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇതിന്റെ ഫുള്ള് പൈസ അറിയുന്നത് ഈ നിങ്ങൾ 8 പേര് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഫുള്ള് രഹസ്യങ്ങൾ, ഇതിന്റെ രഹസ്യക്കൂട്ട് എന്താണെന്ന് അറിയുന്നത് ഈ 8 പേര് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിതൊരു 10 കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും ഈ പറഞ്ഞതുപോലെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സിലേക്ക് കുട്ടികളെ വലിച്ചു കയറ്റി കൊടുത്തിട്ട് ഈ മൊത്തം ക്ലാസ്സുകൾ കൊടുക്കുന്നത് ശരിയല്ല. അതേപോലെ തന്നെ മൊത്തം ക്ലാസ്സിലേക്ക് എന്നുള്ള രീതിയിൽ കുട്ടികളെ എടുത്തിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം തട്ടിക്കൂട്ടി പറഞ്ഞു അതും ശരിയല്ല. ഇത് ഓരോന്നും വേറെ വേറെ ആയിട്ട് തന്നെ ക്ലാസ് കൊടുക്കാന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ ക്ലാസ് കൊടുക്കുന്നുണ്ടെങ്കിൽ. ഭാവിയിൽ നിങ്ങൾ ഇനി 10 കുട്ടികൾക്ക് ക്ലാസ് ഒരു ബേസിന് ക്ലാസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പറ്റും, തീർച്ചയായിട്ടും പറ്റും. ഇപ്പൊ നിങ്ങൾ അതിന്റെ മൊത്തം ബേസികൾ മനസ്സിലായി. ബേസിക് ക്ലാസ്സുകളിൽ കൊടുക്കേണ്ട രീതി ഏതാണ്, മൊത്തമായിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കേണ്ട രീതി എന്നൊക്കെ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പറ്റും. ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയതൊരു ഷോൾഡറിന്റെ സ്ലോപ്പിന്റെ കാര്യം തന്നെ നിങ്ങൾക്ക് ബേസിക് ക്ലാസ്സിലേക്കാണോ കുട്ടികൾ വരുന്നത്, ഷോൾഡർ സ്ലോപ്പ് അരേഞ്ച് എടുത്താൽ മതി. ഒരാളത് തെറ്റ് പറയില്ലല്ലോ. നിങ്ങൾ അരേഞ്ച് എടുക്കാൻ വേണ്ടി പറഞ്ഞാൽ അവർ എവിടെ പോയി പഠിച്ചാലും അരേഞ്ചിൽ മാറ്റം വരില്ല. പക്ഷെ അതൊരു അഡ്വാൻസ്ഡ് ക്ലാസ് ആയിട്ട് കുറച്ച് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ലെവലാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ഷോൾഡർ സ്ലോപ്പ് അരേഞ്ച് എന്നുള്ളത് എത്രയാണ്, അത് എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ള രൂപം കൂടി നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. ഇപ്പോൾ അതാണ് 2 ക്ലാസ്, ബേസിക് ക്ലാസ്സുകളും അഡ്വാൻസ് ക്ലാസ്സുകളും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ മിനിഞ്ഞാന്നത്തോടെ തന്നെ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ക്രോച്ചിന്റെ കുറച്ച് ഭാഗം കൂടി ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ തുടക്കത്തിൽ തന്നെ അതും കഴിഞ്ഞു. ക്രോച്ചിന്റെ ലെങ്ത് എടുത്ത്, ബാൻഡിന്റെ ലെങ്ത് എടുക്കുന്നത്, അതേപോലെ പാൻറ്റീസിന്റെ ആ ക്രോച്ചിന്റെ വീതി, അതൊക്കെയാണ് ഇപ്പോൾ ബാക്കി വന്നത്. അപ്പോൾ നമ്മൾ അതും ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി പറഞ്ഞതുപോലെ ഓരോരോ ഡ്രസ്സുകളിലേക്ക് മാർക്ക് ചെയ്യുമ്പോൾ അതിനിപ്പോൾ ഞാൻ പറയണ്ടല്ലോ, ഓരോ മോഡൽ ഡ്രസ്സ് മാർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് മാർക്ക് ചെയ്യുമ്പോൾ ഒരളവ് ഞാൻ ഒരു അളവും നെക്കിന്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരൂല്ലേ നിങ്ങൾ? എന്നാരാ പറഞ്ഞ്